കപ്പലിലുറങ്ങി കണ്ണു തുറന്നെണീറ്റ നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആ സുന്ദരൻ ദ്വീപിലേക്കാണ്. ഭൂട്ടോൺ. ഇവിടുത്തെ പ്രധാന തുറമുഖ പട്ടണമായ ബൗബോയിലേക്കാണ് നമുക്ക് ചെന്നിറങ്ങേണ്ടത്. ഈ ദ്വീപിന്റെ പുറം ലോകത്തേക്കുള്ള കവാടമാണ് ബൗബോ പട്ടണം. ദ്വീപിനോടടുക്കുമ്പോൾ ചില വിചിത്രമായ കാര്യങ്ങൾ നമ്മളുടെ കപ്പലിനെ തേടിയെത്തും. ഇത് ഇന്നാട്ടിലെ ചില ആചാരങ്ങളാണത്രേ. യാത്രകളിൽ വന്നെത്തുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളും അതിൽ നമ്മളെ സഹായിക്കാനെത്തുന്ന ചില മനുഷ്യമുഖങ്ങളും എപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. ഈ ദ്വീപിന്റെ കാണാ കാഴ്ചകളിലൂടെ നമുക്കിന്നേറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. കടലിനു നടുവിൽ ഈ ദ്വീപിൽ ഒളിച്ചുവെച്ച സുന്ദര ഇടങ്ങൾ തേടി ഈ ദ്വീപിലുടനീളം നമുക്കിന്ന് യാത്ര പോകാനുണ്ട്. ഇന്നാട്ടിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ നേരിൽ കാണാനുണ്ട്. അതിനായി ഈ ദ്വീപിനെ ഒരു ബൈക്കിൽ നമുക്ക് മുറിച്ച് കിടക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്? ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ കപ്പലിൽ നിന്നുള്ള പുതിയൊരു ദിവസത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കപ്പലിൽ നിന്ന് ഗുഡ് മോർണിംഗ് പറയുന്നത്. അത് നമ്മളുടെ ഇതുവരെയുള്ള യാത്രാ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് കേട്ടോ. എന്തായാലും വായോ, നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചോ ഇല്ലയോ, എന്താണ് പുറത്തെ അവസ്ഥ എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. നമുക്ക് നോക്കാതെ ആൾക്കാരെല്ലാം ഇവിടെയെല്ലാം നോക്കി ഇങ്ങനെ സെൻട്രൽ ഹാളിലൊക്കെ കടന്നിട്ടാണ് ഒരുപാട് ആളുകളുണ്ടായിരുന്നത്. പല ആളുകളും എഴുന്നേറ്റ് വരുന്നൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അതുവഴി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് കിടന്നിട്ട് ആ ഒരു സൈഡിലാണെന്ന് തോന്നുന്നു സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ ഉദിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഇവിടുത്തെ ഈ ചേട്ടൻ സാധനങ്ങളൊക്കെ ആയിട്ട് നേരത്തെ തന്നെ വിറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ആൾക്കാർ കിടക്കുന്ന ഭാഗങ്ങളാണ്. നോർമലി ഇങ്ങനെയൊന്നും ആളുകൾ കിടക്കാറില്ല. ഇത് പിന്നെ ഈ ഒരു സമയത്ത് എന്തോ ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ ഇപ്പം ഷിപ്പ് ലേറ്റ് ആയതാണോ എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിതാ ഏകദേശം ഒരു തീരമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ, അതെ തീരമാണ് അല്ല കേട്ടോ, ഒരു ദ്വീപാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല. ആൾക്കാരെല്ലാം പുറത്തിറങ്ങി ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ദ്വീപ് കണ്ടിട്ടാണോന്ന് അറിയില്ല. ഇതുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ നമുക്കൊരു കുഞ്ഞ് ദ്വീപിനെ കാണാം. കുഞ്ഞതല്ല, അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട്. അവിടെ അത്യാവശ്യം മലനിരകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ദ്വീപിനെ അവിടെ നിന്ന് വിട്ടിട്ട് തൊട്ടിപ്പുറയായിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ദ്വീപാണ്. നമ്മൾ ഇന്നലെ മക്കാസർ എന്ന് പറയുന്ന സുലാവസയുടെ ഈ ഒരു ഭാഗത്തു നിന്ന് വിട്ടതാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഒരു ഐലൻഡാണ് കേട്ടോ. ഐലൻഡിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ തൊട്ടിപ്പുറയുള്ള ബ്യൂട്ടൻ ഐലൻഡ്, ഈ ഒരു ഐലൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയോ ആണ് അതിൻ്റെ പോർട്ടുള്ളത്. അപ്പോൾ അത്രയും ദൂരം ഇനിയും പോകാനുണ്ട് കേട്ടോ. കബേന ഐലൻഡ് അങ്ങനെയാണ് കേട്ടോ ഈ കാണുന്ന ആ പച്ച വിരിച്ച് കിടക്കുന്ന മഴവില്ലൊക്കെയുള്ള ആ ഒരു ഐലൻഡിൻ്റെ പേര്. ഞാൻ താഴത്തെ ഡെക്കിൽ നിന്നും മേലോട്ട് കയറി നോക്കും. ഈ ഡെക്കിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ലേ. എന്തായാലും ഉണ്ടല്ലോ, ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിക്ക് ഉറങ്ങി. അകത്ത് AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഏറ്റവും സജീവമായിട്ടുള്ള ഏറ്റവും മേലത്തെ ഡെക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു കപ്പലിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോസ് കാണാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമ്മളുടെ ഈ ഒരു യാത്രയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ഒരു ഷിപ്പിൻ്റെ നമുക്ക് വരാൻ പറ്റുന്ന ഏറ്റവും ഫ്രണ്ട് ഭാഗം വരെ ഇവിടം വരെ എത്തി. അങ്ങ് മേലെ ഉള്ളത് ഇതിൻ്റെ എന്തായിരുന്നു, എന്തോ ഒരു ബ്രിഡ്ജ് എന്ന് പറയും, മറ്റേ കപ്പിത്താനൊക്കെ ഇരിക്കുന്ന ആ സാധനം. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കമൻറ്റിൽ പറയാമല്ലോ അല്ലേ. ഇവിടെയെല്ലാം കൊക്കൊക്കെ ഉണ്ടല്ലോ. അങ്ങ് ദൂരമായിട്ടേ സൂര്യൻ ഉദിച്ച് മേലെ ആ ഒരു കാർമേഘത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടം വരെ നടന്നു വന്നത്. ഈ പത നിറഞ്ഞിങ്ങനെ പോകുന്ന കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഭയങ്കരമായിട്ടുള്ള ഒരു രസമാണ്. കുറച്ച് നോക്കി നിന്ന് കഴിയുമ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടോ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലുണ്ട് കേട്ടോ. നമ്മളുടെ ഷിപ്പിൻ്റെ കൂടെ വാശിക്കും മത്സരിച്ചുകൊണ്ട് ഇവിടെ ഒരു കടൽക്കിളി കൂടെ പറക്കുന്നുണ്ട്. ഇപ്പം തോപ്പിക്കും. ഞാൻ തിരിച്ച് നമ്മുടെ ക്യാബിലേക്ക് വന്നു. ഒരു കോഫി കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ക്യാബിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഹലോ. ഇവന് എന്താ പുള്ളിയുടെ മോനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവനും ഉണ്ടായിരുന്നല്ലോ ക്യാബിനകത്ത്. 6 പേരിലായിരുന്നു, 8 പേരുണ്ടായിരുന്നു നമ്മുടെ ക്യാബിൽ ഇന്നലെ. നേരെ ഞാൻ നമ്മളുടെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയി എന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആളുകളൊക്കെ കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ഡിന്നർ കഴിച്ച പോലെ തന്നെ ടിക്കറ്റ് നമ്മളിവിടെ കാണിക്കണം കേട്ടോ. 1800 രൂപ അടുപ്പിച്ചാണ് കേട്ടോ എനിക്ക് ഷിപ്പിൻ്റെ ടിക്കറ്റ് ചാർജ് ആയത്. അതിൻ്റെ അകത്ത് നമ്മുടെ രാത്രിക്കത്തെ ഭക്ഷണവും അതുപോലെ തന്നെ വിഭവസമൃദ്ധമായിട്ടുള്ള നമ്മുടെ രാവിലത്തെ ഭക്ഷണവും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റിനുള്ളിൽ ഒരു LCD സ്ക്രീൻ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളുടെ കപ്പൽ പോകുന്ന റൂട്ട്, അതിൻ്റെ സ്പീഡ്, എവിടെ എത്തി, അങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണിക്കും കേട്ടോ. ഇത് നമ്മുടെ റൂമിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. അവൻ്റെ പേരാണ് ജോർദാൻ.
ജർദാന് എന്നോട് വർത്താനമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവന് കാര്യമായിട്ട് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഐലൻഡിനോട് അടുത്തു, ബോട്ടേൺ ഐലൻഡ്. അപ്പം അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഐലൻഡിൻ്റെ മലനിരകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടെങ്കിൽ താഴോട്ട് നോക്ക്, നല്ല നീല കളറിൽ നമ്മളുടെ കടൽ കാണാൻ തുടങ്ങി കേട്ടോ. ബ്ലൂയിഷ്, ഇതൊരു കടും നീല, നേവി ബ്ലൂ. ആ നേവി ബ്ലൂ കളറാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ബ്യൂട്ടൺ ഐലൻഡിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളിവിടുത്തെ കടൽ കണ്ടില്ലേ, നീലക്കടൽ. അതുപോലെ തന്നെ നീല കണ്ണുള്ള ഒരു പ്രത്യേക തരം ആൾക്കാർ ഈ ഒരു നാട്ടിലുണ്ട്. ലോകത്തിൽ ആ രീതിയിലുള്ള കണ്ണുള്ളവരെ ഇവിടെ ഒരു പ്രത്യേക ഒരു ഗ്രാമത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവരെ കാണാനൊക്കെ മാത്രമായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതുപോലുള്ള ഗ്രാമങ്ങളൊക്കെ ഇവിടെ തപ്പിപ്പോകണം. അതുകൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബജാവു എന്ന് പറയുന്ന ആ ഒരു ട്രൈബിൽപ്പെട്ട ആളുകളുടെയൊക്കെ ഒരു എന്താ പറയുക ആവാസ വ്യവസ്ഥയാണ് ഈ ഒരു ദ്വീപിനോട് ചുറ്റപ്പെട്ട കുട്ടി കുട്ടി ദ്വീപുകളിലോട്ട് കേട്ടോ. നമ്മളിപ്പം ഇനിയിപ്പോൾ ചെന്നിട്ട് വാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അടുത്ത പോകേണ്ടത്. ഇപ്പോൾ ചെന്ന് ബോബോയിൽ ഇറങ്ങും, അവിടെ നിന്ന് അടുത്ത ഷിപ്പ് പിടിക്കണേ. അപ്പം എടാ അവിടെ ഏതാ ഡോൾഫിൻ കണ്ടങ്ങൾ? ഡോൾഫിനാണോ സ്രാവാണോ? ഡോൾഫിൻ ആണെങ്കിൽ അല്ല ഡോൾഫിൻ തുള്ളുന്നുണ്ടോ? യെസ് മോനെ, നൈസ്. ചിലപ്പോൾ ഇതിൻ്റെ ഷിപ്പിൻ്റെ അടുത്തോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതാ അടുത്തടുത്ത് വരുന്നുണ്ട്. യെസ്, ദേ ഇവിടെ എത്തി. ഓ, ജോർദാൻ പുറകെ വന്ന് ഡോൾഫിൻ. യാ യെസ്. അപ്പിത്തു എന്നാണ് കേട്ടോ ഡോൾഫിന് പറയുന്നത്. ഡോൾഫിൻ എന്ത്? അയ്യോ, ഇവിടം വരെ വന്നിട്ട് പോയല്ലോ, കാണുന്നില്ലല്ലോ. ചിലപ്പോൾ ഈ ഷിപ്പിനെ ഇതാക്കിയിട്ട് വന്നായിരിക്കും. യെസ്. ഞാൻ എന്തായിരുന്നു പറഞ്ഞു ലുംബ. അവൻ എന്തൊക്കെയോ എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അവരെന്തൊക്കെയോ അവരോട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷേങ്കിൽ ഭാഷ ഒരു വിഷയം ആയതുകൊണ്ട് ആംഗ്യ ഭാഷയിലൊക്കെയാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നത്? ബജാവു. ഇവിടെ പോയി ഷിപ്പ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇനി വേണം ബജാവു എന്ന് പറയുന്ന ആ ഒരു ട്രൈബിനെ തപ്പിയിട്ട് നമുക്ക് വക്കത്തൂബി ഐലൻഡുകളിലേക്ക്, ആ ഒരു ഐലൻഡ് കൂട്ടത്തിലേക്ക് പോകാൻ വേണ്ടി കേട്ടോ. ഇപ്പം 3ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇവിടെയാണ് വീടുള്ളത്. ഈ കടലിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സെറ്റിൽമെൻറ്റ് ഏരിയകൾ നമുക്ക് കാണാം. അത് കുറച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് വീണ്ടും മലനിരകൾ തുടങ്ങുകയായ ഇന്തോനേഷ്യയുടെ വേറൊരു ഐലൻഡിലേക്ക് കാല് കുത്താൻ പോവുകയാണ്. നോക്കി നമ്മളിപ്പോൾ ഇന്തോനേഷ്യയുടെ എത്രമാത്രം ഐലൻഡുകളിലൂടെയൊക്കെ പോയി എന്നുള്ളത്. 10,000കണക്കിന് ഐലൻഡുകളുള്ള ഒരു രാജ്യമാണ് കേട്ടോ ഇന്തോനേഷ്യയെ. ഇവർക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ ഏരിയ ഉണ്ട് കേട്ടോ. നമുക്കാണ് പ്രശ്നം. നമുക്കൊക്കെ മാക്സിമം കൂടി പോയിട്ടുണ്ടെങ്കിൽ 2 മാസമേ വിസ കിട്ടത്തുള്ളൂ അറ്റ് എ ടൈം. അതിൽ ഒരു മാസം നോർമലി കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 1 മാസം എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് ഈ വിസയൊക്കെ അടിക്കുന്ന ഏതെങ്കിലും ഒരു വലിയ ടൗണിലോട്ട് വീണ്ടും തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് വിട്ടടിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തേക്ക് ഇവരുടെ ഒരു കോസ്റ്റൽ ഗാർഡിൻ്റെ ആണോ അത് ഇവരുടെ തന്നെ ക്രൂവിൻ്റെ ആണോ എന്നറിയില്ല, ഒരു ചെറിയ ബോട്ട് വരുന്നുണ്ട്. എന്തോ അവർ കൈയൊക്കെ നീട്ടി കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ആ ലാഡർ താത്താനെങ്ങാനും ആണോ ദൈവമേ? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചാടേണ്ട വരുമോ? അതെ അവർ ലാഡറിൻ്റെ അടുത്തോട്ട് തന്നെ വരുന്നത്. പുള്ളിക്കാരൻ അവിടെ നിന്ന് ആ ഒരു ലാഡറിലേക്ക് പിടിച്ച് കയറി കേട്ടോ. അതാ തൂങ്ങി കയറുന്ന. എൻ്റെ പറഞ്ഞ അത്യാവശ്യം കുറച്ച് പണിയുള്ള പാടാ. വീണിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കിടക്കും. ആ ബോട്ടാണെങ്കിൽ ഇതാ വിട്ടടിച്ച് പോകുന്ന. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ലോക്കൽ ഫെറി കാണാം. ഇതൊന്ന് നിങ്ങൾ നോക്കി വെച്ചോ കേട്ടോ. മിക്കവാറും നമുക്ക് ഈ പറയുന്ന വാഞ്ചി എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് ഈ ലോക്കൽ ഫെറിയിൽ നിന്ന് ഷിപ്പ് എടുത്തിട്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ നമ്മളുടെ ഈ ഒരു നാടിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഷിപ്പ് ഇതുണ്ടെങ്കിൽ വളഞ്ഞിട്ടുള്ള ആ ഒരു ഷിപ്പും കാണാൻ പറ്റുക. അതുകൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോബോവിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുണ്ടെങ്കിൽ കണ്ടെയ്നർ ഷിപ്പുകൾ എടുക്കുന്ന ആ ഒരു പോർട്ടും കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്നോട് വർത്തമാനം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഏത് ഭാഷയിൽ നിന്ന് ചോദിക്കരുത് നിങ്ങൾ, ആംഗ്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സംസാര ഭാഷ എന്ന് പറയുന്നത്. തുറമുഖത്തേക്ക് നമ്മളുടെ ഷിപ്പിനെ വലിച്ചെടുപ്പിക്കാനുള്ള ആ ഒരു കുഞ്ഞൻ ബോട്ട് വന്ന് അതിനെ നോക്കി നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്. വേറെ കുറേ തോണികളും നമ്മളുടെ ഇതിന് ഷിപ്പിനടുത്തേക്ക് വരുന്നുണ്ട്. അതിനകത്ത് ആ ഒരു തോണിയൊക്കെ തുഴയുന്നുണ്ടല്ലോ, പിള്ളേരാണ്, ഒരു കുഞ്ഞി കൊച്ച്. നൈസ്. ഇതെന്താ പോലെ പരിപാടി? ഇത് കപ്പലിൽ മുട്ടി എന്നുള്ള രീതിയിലാണ് കേട്ടോ എത്തിയേക്കുന്നത്.
ഇതെന്തോ സംതിങ് കാര്യമുണ്ട്. അധികം പിള്ളേരാ, ആ കാണുന്നതൊക്കെ പിള്ളേരാ. കണ്ട ഇത് മുട്ടിയില്ല മുട്ടി എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ. കുഞ്ഞു തോണി ഒരാൾക്കിരിക്കാൻ പറ്റുന്നത്. അവരെ ഈ ഒരു കപ്പലിൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ മേലോട്ടേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്താണ് എന്തോ, ഇനി തോണിയിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്ന് വല്ലതും ആണോ എന്തോ ആവോ. അതാ അവനവിടെ ചാടി. അവിടെ എന്തോ തമാശ സംഭവിച്ചു കേട്ടോ. അവർ പിള്ളേരൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് വീട്ടിൽ കൂടുകയെന്ന് തോന്നുന്നല്ലോ. എന്നാൽ ഇവരെന്തിനാ പോലും ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ആ ഒരു ബോട്ട് ഹോൺ അടിച്ചിട്ട് ഇവരോട് മാറാൻ പറയുന്നുണ്ട് കേട്ടോ. മേളിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടല്ലോ താഴോട്ടേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ഇവരിങ്ങനെ നീന്തി കാണിക്കുന്നതിനാണോ ദൈവമേ ഇവർ പൈസ കൊടുക്കുന്നതെന്നുള്ള അറിയില്ല. അതുകൊണ്ടാണ് പൈസയൊക്കെ നിലത്ത് അങ്ങോട്ടേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നത്. അവരെല്ലാം അവരുടെ തോണിയിലേക്ക് ആ പൈസ കളക്ട് ചെയ്തിട്ട് അതെടുത്തിടുന്നുണ്ട്. ആ മുമ്പിൽ കിടക്കുന്നത് പൈസയാണ് കേട്ടോ. ഇത് അവിടെ എല്ലാം ചറപറ വീഴുന്നുണ്ട്. അവരെല്ലാം ചറപറ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തുന്നുണ്ട്. കുറച്ചധികം നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിൽ താന്നു പോവുകയെ. ഇങ്ങനെ ഒരു ആചാരമൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഇതൊക്കെ എൻ്റെ പുതിയ അറിവാണ് കേട്ടോ. ഷിപ്പ് നിർത്താൻ പോവുകയാണെന്നുള്ള അനൗൺസ്മെൻ്റൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ഇവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൽ മുഴുകി തന്നെ നിൽക്കുകയാണ്. ഇവർക്ക് പൈസ വലിച്ചെറിഞ്ഞ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പൈസ മാത്രമല്ല, കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇല്ലേ അതെല്ലാം കൊടുക്കുന്നുണ്ട്. വേണ്ട അതാ, അയ്യോ അത് പോയി. ഞാൻ നമ്മളുടെ ആ ഒരു കൗണ്ടറില്ലേ അവിടെ പോയിട്ട് നമ്മളുടെ ആ ഒരു കീ തിരിച്ചു കൊടുത്ത് അതിൻ്റെ ഡിപ്പോസിറ്റായിട്ട് കൊടുത്ത് 50,000 രൂപയും വാങ്ങിയിട്ട് ഇനിയിപ്പം ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കട്ടെ പുറത്തോട്ടിറങ്ങാനേ. ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാനുള്ള ആ ഒരു സ്റ്റെയർ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഷിപ്പിൽ കയറാൻ വേണ്ടിയുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇത് അവിടെയും അത് ഉന്തിക്കൊണ്ടൊക്കെ വന്നിട്ടാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു തൊട്ട് താഴെയുള്ള നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള നിലയിലേക്ക് പോകണം കേട്ടോ. അപ്പം അങ്ങോട്ട് പോവാം. ബൈ ബൈ ബൈ. അപ്പോൾ ഇവരോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇവർക്ക് ഇവിടെയല്ലേ ഇറങ്ങേണ്ടതെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അവരാരും ഇറങ്ങാൻ നോക്കുന്നൊന്നുമില്ല. നമുക്കെന്തായാലും ഇറങ്ങാം. നമ്മളുടെ ഓപ്പൺ ക്യാബില്ലേ, ഓപ്പൺ ക്യാബിലൊക്കെ കുറേ ആൾക്കാർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷിപ്പ് ഇവിടുന്ന് ഇനിയിപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ പെലിനി ഷിപ്പിനോട് താൽക്കാലികമായി ബൈ പറയുകയാണ്. എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ വീണ്ടും കയറേണ്ടി വരും. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. വന്ന് ഇറങ്ങുന്ന ആൾക്കാരോട് അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകേണ്ടതെന്ന് പെലിനിയുടെ സ്റ്റാഫുകൾ ഇവിടെ നിന്നും വിളിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടെയ്നറുകളും വന്നിട്ടുണ്ട് കേട്ടോ. അതിവിടെ ഇറക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ നമ്മൾ വന്ന ഷിപ്പ് എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. നൈസ്. അവിടെ നമ്മളെ മറ്റേ ബ്രിഡ്ജ് വഴിയല്ലേ കയറി വന്നത്. ഇതിപ്പം നാലാമത്തെ നിലയിൽ നിന്നാണ് കേട്ടോ ഈ കയറുന്നത്. ഇനി താഴോട്ടേക്കും വേറെ നിലകളുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആദ്യത്തെ വലിയ ഷിപ്പിലുള്ള യാത്ര ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിലും വലിയ ഷിപ്പിൽ കയറേണ്ട വരുമോ ഇല്ല എന്നുള്ളതൊന്ന് അറിഞ്ഞുവിടുക കേട്ടോ. ഇനിയിപ്പോഴേ നമുക്ക് ഈ ഒഴുകുന്ന ആളുകളില്ലേ, ഈ ഒഴുകുന്ന ആളുകളുടെ പുറകെ ഒഴുകാം. എന്നിട്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്നും നമുക്ക് അടുത്ത പോകേണ്ട സ്ഥലത്തേക്ക് എപ്പോഴാണ് ഷിപ്പ് എന്നുള്ളത് അന്വേഷിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ചോദിച്ച് പോകാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ? ആ ചോദ്യമാണ് നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാ ദിവസവും ഈ ഒരു ഷിപ്പ് ഇല്ല. ആഴ്ചയിൽ അങ്ങനെ എന്തെല്ലോ ലിമിറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള ആളുകൾ ശരിക്കും ഈ ഒരു ഷിപ്പിൽ കൂടിയത്. പിന്നെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ റോഡ് മാർഗം വരണമെങ്കിൽ 1-2 ദിവസം എന്തായാലും ചുരുങ്ങിയതെടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ഒരു ഷിപ്പ് യാത്ര മാത്രമേ ഒരു വഴിയുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇവിടുത്തെ കടൽ ശ്രദ്ധിച്ചത്. നോക്കി ഞങ്ങൾ അത്യാവശ്യം നല്ല ആഴമുള്ള കടലാണെങ്കിലും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് കാണാം. ഉള്ളിൽ കുറേ മീനുകളൊക്കെ നീന്തി കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. യെസ്, നമ്മളങ്ങനെ ആ ഒരു കോറൽ ദ്വീപിൻ്റെ എന്താ പറയുക ആ ഒരു അത്ഭുതങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. നൈസ്. പുതിയൊരു ഐലൻഡിൽ കാല് വെച്ചല്ലേ, ഇനിയിപ്പം എന്താ പറയുക അതിൻ്റെ ഒരു ആവേശമുണ്ടാവും. ടെർമിനലിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഇവിടെയും ഒരുപാട് ഈ ഒരു ചന്ത പോലെ തന്നെയാണ്. കച്ചവടക്കാരെ കാണാം, സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ടാക്സികളെ വിളിക്കുന്ന ടാക്സി ആൾക്കാർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി വിളിക്കുന്നതാണ് കേട്ടോ. നമ്മളുടെ നോർമലി ഏത് എയർപോർട്ടിൻ്റെ പുറത്ത് നിന്നാലും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നാലൊക്കെ കാണുന്ന അതേ കാഴ്ച ഇവിടെ ഈ ഒരു പോർട്ടിന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമേ. ഇവിടെ നമുക്കിത് ബോർഡ് കാണാം, പെലബുഹാൻ ബൗ. അങ്ങനെയാണ് ശരിക്കും നമ്മളുടെ
ഒറിജിനൽ പേര് കേട്ടോ, ബൗ ബൗ. ഓ, എൻ്റെ ടെർമിനലിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര തിരക്കാണല്ലോ. ഇവിടെ ഒരു ഇൻഫർമേഷൻ ആരോട് ഞാൻ ചോദിക്കും ദൈവമേ. ഇപ്പോൾ വന്ന ഈ ഒരു ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ലോക്കൽ ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു കൗണ്ടർ ATM മെഷീൻ പോലെ തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ ഒന്നും മറ്റേ ടിക്കറ്റ് കിട്ടില്ല. ഇവിടെ പെലിനിയുടെ തന്നെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരനോട് ട്രാൻസ്ലേറ്റർ ചോദിച്ചു. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ പുറകെ പോവാം. നോക്കട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ വന്ന ഒരു ഷിപ്പിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. അപ്പം എൻ്റെ ഷിപ്പ് വന്നിട്ട് ഇന്ന് രാത്രി ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയില്ല, അതുപോലെ തന്നെ ഈവനിങ് ടൈമിലൊക്കെ ആയിരിക്കണം. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് ഇപ്പോൾ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ഒരു വലിയ അബദ്ധം ചെയ്തു. എൻ്റെ ചാർജറും പവർ ബാങ്കും അവിടെ കുത്തിയിട്ടിട്ട് അത് എടുത്തില്ല. എൻ്റെ കൂടെ ഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാരാണ് അവരെ. അപ്പോൾ അവർ പറഞ്ഞു എന്നോട് എൻ്റെ പവർ ബാങ്ക് കൊണ്ടുതരാം, ഇവിടെ വെയിറ്റ് ചെയ്യുക. അവരുടെ എന്താ സാധനം മറന്നോന്ന് അറിയില്ല, മറന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അയ്യോ അബദ്ധം. ഇവരെ ഞാൻ വീണ്ടും കണ്ടു കേട്ടോ. ഒരാളെ അകത്തോട്ട് വിട്ടിട്ടുണ്ട്. ആക്ച്വലി ഇവർ മനാഡോ അങ്ങോട്ടേക്ക് പോകുന്നത് സെയിം ഷിപ്പ് തന്നെയാണ്. ഈ ഷിപ്പ് 2 ദിവസം കൂടി ഇനി എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഫൈനലി കണ്ടല്ലോ, ഇതാ എൻ്റെ സാധനങ്ങളും കൊണ്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. പൊന്നെ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ മിസ്സായി എന്ന് വിചാരിച്ചതാണ്. ഓക്കെ, തെരുമക്കാശി സാധനം കിട്ടി കേട്ടോ. ഞാൻ രക്ഷപ്പെട്ടു, എല്ലാവരും പെട്ടു. എന്താണ് പവർ ബാങ്കിനേക്കാളും വലിയ വില ഇതിൻ്റെ ഈ ഒരു കണക്ടറിനാണ്. ഫ്രണ്ട്സ്, ഞാനുണ്ടല്ലോ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ ഒരു ടിക്കറ്റിൻ്റെ അത് എൻ്റെ മനവില ഇത് ഓപ്പൺ ആകുമോ, ടിക്കറ്റിൻ്റെ അത് ഓപ്പൺ ആകുമോ എന്ന് നോക്കിയിട്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴും ആൾ കയറിക്കൊണ്ടിരിക്കുക, നല്ല തിരക്കുണ്ട്. മേ ബി ഉച്ചയൊക്കെ ആകുമായിരിക്കും അത് ഓപ്പൺ ആവണമെങ്കിൽ, അറിയാൻ പാടില്ല. എത്ര മണിക്കാണ് ഓപ്പൺ ആകുന്നതെന്നുള്ളത് ഇവർക്കും വലിയ, പുറത്തുള്ള ആളുകൾക്ക് വലിയ ഐഡിയ ഇല്ല. ഇപ്പം ഇങ്ങനെ കയറുന്ന ഒരു ടൈം ആയതുകൊണ്ടേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കയറ്റുന്നുമില്ല. അങ്ങോട്ടേക്ക് നമുക്കാണെങ്കിൽ ചോദിക്കാനായിട്ട് എൻട്രി ഇല്ല. സോ അതുകൊണ്ട് ഞാൻ എന്തായാലും പുറത്തൊക്കെ ഒന്ന് നടക്കുകയാണ്. ഈ പെലിനിക്ക് ഞാൻ മക്കസാറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു കൗണ്ടറുണ്ട്. പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം ആ ഒരു കൗണ്ടർ ക്ലോസ്ഡ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അത് നാളെ ഓപ്പൺ ആവുള്ളൂ എന്നാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഓൺലൈനിൽ. എന്താണെന്നുള്ളതൊന്ന് നടന്നു നോക്കട്ടെ, പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇവിടെയും ഇതിൻ്റെ പുറത്ത് ഇതുപോലുള്ള ടാക്സികളല്ല, ചെറിയ ടുക് ഓട്ടോകൾ. ഓട്ടോ എന്ന് പറയാൻ പറ്റുമോ, എന്താണെന്ന് പറയുന്നതെന്ന് അറിയില്ല. ആ സാധനങ്ങളുണ്ട്. അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് പോണോ എന്ന്, എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാനേ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ച സമയത്ത് വേറൊരു കാര്യം ഏകദേശം അറിയാൻ കഴിഞ്ഞു. അതായത് ഇവിടെ നിന്നും ഏർലി മോർണിംഗ് ആണ് ഈ വാഞ്ചി എന്ന് പറയുന്ന വക്കത്തോബി ഐലൻഡിലേക്കുള്ള സ്ഥലത്തുള്ള ആ ഒരു ഷിപ്പ് പുറപ്പെടുക എന്നുള്ളത്. പക്ഷെ അത് കൺഫേം അല്ല. അപ്പോൾ രാവിലെ ആണെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് കറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ഇവിടെ നിന്ന് നേരെ നല്ലൊരു എന്തോ ഒരു ബിൽഡിങ്, എന്താണ് മിലിറ്ററിയുടെ എന്തോ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഒരു റൂം വല്ലതും എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കട്ടെ. എന്നിട്ടൊന്ന് രാവിലെ അല്ലേ, അതിരാവിലെ പ്രകൃതിയുടെ വിളി. അവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക്, ജസ്റ്റ് ഒരു 400 മീറ്റർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഈ പെരിങ്പാൻ എന്നാണ് പറയുന്നത്. ഈ റൂമുകൾ, സ്റ്റേ ചെയ്യേണ്ട റൂമുകൾക്കാണ് കേട്ടോ പെരിങ്പാൻ. അപ്പോൾ ടെക്നോ എന്ന് പറയുന്നൊരു സാധനം ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കുറച്ച് റേറ്റ് കുറവിലാണ് കാണുന്നത്. അവിടെ പോയി നോക്കട്ടെ. പെരിങ്പാൻ, നിർവാണ, ഇതെല്ലാം ഹോട്ടൽസാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ റൂം ഫുള്ളാണെന്നാണ് കേട്ടോ പറഞ്ഞത്. 1, 2, 3 ഹോട്ടൽസ് അടുപ്പിച്ചടുപ്പിച്ചുണ്ട്, എല്ലായിടത്തും ഫുള്ള്. അതുപോലെ ഇങ്ങനെ ഭയങ്കര ഫുള്ളാണ്. ഇവിടുന്ന് ഹോട്ടൽസ് ഇല്ല ഇനി പോലും. ഫ്രണ്ട്സ്, ഒടുവിലുണ്ടല്ലോ ഇതാ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഹോട്ടലൊക്കെ ഫുള്ളാണ്. ഇവിടെയുള്ളൊരു ഹോം സ്റ്റേ പോലത്തെ ഒരു ഇത് കണ്ടുകൾ എനിക്ക് 700 രൂപ നമ്മുടെ നാട്ടിലെ ഒരു റൂം കിട്ടിയേ. നമ്മളുടെ ഫാനൊക്കെ ഉള്ള ടൈപ്പ് നോർമൽ റൂമാണ്. ചെറിയൊരു ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോൾ എപ്പോഴാണ് ഷിപ്പ് ഉള്ളതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മതിയാകും. കാരണം ഇനിയിപ്പോൾ ഇന്ന് രാത്രിയെങ്ങാനും ആണെങ്കിൽ അങ്ങനെ കയറി പോകാമല്ലോ. അവിടുത്തെ ഒരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അവിടെ നിന്ന് പോകാം. എന്നിട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാവേ. ഇത് ഇവരുടെ ഒരു വീടാണ് കേട്ടോ. ഈ 2 പേരാണ് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നത്. ഹായ്. ഇവരെയാണ് ഹോം സ്റ്റേ. നൈസ് ഹോം സ്റ്റേ. അവർ എനിക്ക് തോന്നുന്നത് ഒരു ചൈനീസ് ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർക്കൊന്നും ഇംഗ്ലീഷിൻ്റെ ഒരു പൊടി പോലും അറിയില്ല കേട്ടോ. ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഡ്രസ്സെല്ലാം അലക്കിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും കണ്ട് നിങ്ങൾ ഫുള്ള് കാർമേഘങ്ങൾ മൂടി. ആ ഒരു ഭാഗത്തുനിന്ന് കാർമേഘങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഷിപ്പ് പോയി എന്ന് തോന്നുന്നു. കാരണം നേരത്തെ വലിയൊരു ഹോണടി കേട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ആ ഒരു പോർട്ടിൽ പോയി
ടിക്കറ്റിൻ്റെ കാര്യം അന്വേഷിക്കാമല്ലോ. അങ്ങടെ പോട്ടെന്ന് തോന്നുന്നു. യെസ്, ആ സൈഡ്. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നോക്കി നിങ്ങൾ, നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ടതുപോലെയാണോ എന്ന് വലിയ ആളും അനക്കമൊന്നും ഇല്ലാതെ ഈ ഒരു പോർട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പോർട്ടാണ് നേരത്തെ തൃശ്ശൂർ പൂരം പോലെ ആയത്. ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നു ആ ഒരു ഓഫീസറിനോട് ചോദിച്ചത്. അന്നേരം പറഞ്ഞത് ഇന്ന് രാത്രി 9 മണിക്കാണ് ഇവിടെ നിന്ന് ഷിപ്പ് പുറപ്പെടുക. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ്. യെസ്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ റൂമിലെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് പുറത്തേക്ക് പോയിട്ട് നമ്മളുടെ പോർട്ടിൽ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം വന്നിട്ട് ഈ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കുവേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 9 മണിക്ക് തന്നെയാണ് ഷിപ്പ് എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയൊരു ഉറപ്പില്ല. കാരണം 9 മണിക്ക് ടിക്കറ്റ് ഓപ്പൺ ആവുമെന്നാണോ അതോ ഷിപ്പ് ഉണ്ടെന്നാണോ പറഞ്ഞതെന്നുള്ളത് കറക്റ്റില്ല, അറിയില്ലേ. നിങ്ങൾക്കറിയാലോ, രാവിലെ ഞാൻ വന്നിട്ട് കുറേ തപ്പിയായിരുന്നു ഇവിടുത്തെ റൂംസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കിട്ടാനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ചില കാര്യങ്ങളെ നേരിട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ശരിക്കും നോക്കി ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഷിപ്പ് ഒന്നുമില്ല. ഞാനിപ്പം ഇത് അവിടെ കണ്ട ആ ഒരു സെക്യൂരിറ്റി ചേട്ടനില്ല, ആ ചേട്ടനോട് ചോദിച്ചിട്ട് പുള്ളിക്കാരൻ എന്നെ അകത്ത് കൊണ്ടുപോയി വേറൊരു ഓഫീസറെ കാണിച്ച് പുള്ളിക്കാരനാണ് എന്നോട് കാര്യം പറഞ്ഞത്. നാളെ രാത്രിയിൽ ഇവിടെ നിന്നും വഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് ഉള്ളൂ. അന്നേരം നാളെ വന്നാൽ മാത്രമേ എനിക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് കേട്ടോ. ഞാൻ വെറുതെ ചെക്കൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടുപോയേനെ. ദിവസങ്ങൾ നാളെ നീളെ മാറി കളിക്കുന്നതുകൊണ്ട് തന്നെയുണ്ടല്ലോ മൊത്തത്തിൽ ടെൻഷനായി. ഞാൻ പിന്നെ പെലിനിയുടെ ആ ഒരു ഓഫീസ് തപ്പിപ്പിടിച്ച് വന്നപ്പോഴത്തേക്കും ഭാഗ്യത്തിന് അത് തുറന്നിട്ടുണ്ടായിരുന്നേ. ഫ്രണ്ട്സ്, അവസാനം ഉണ്ടല്ലോ ഇവിടെ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. പെലിനിയുടെ കൗണ്ടറാണിത്. ഈ ടിക്കറ്റൊക്കെ നമുക്ക് മക്കാസറിലോട്ടൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ബുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ 11 മണിക്ക് പസർവാജോ എന്ന് പറയുന്ന ഇവിടുന്ന് 1 മണിക്കൂർ ദൂരമുള്ള വേറെ പോർട്ടുണ്ട്. അവിടെ നിന്നും ഒരു സ്പീഡ് ബോട്ട് പുറപ്പെടുന്നുണ്ട്. 1.5 ലക്ഷം രൂപ സംതിങ്, 1.5ക്കും 2.5ക്കും ഇടയ്ക്കാണ് അതിൻ്റെ റേറ്റ് വരിക. അപ്പോൾ അതിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. അല്ലാതെ ഇവിടെ നിന്നുള്ള ബോട്ടിനെ പ്രതീക്ഷിക്കരുത്, ഷിപ്പിനെ പ്രതീക്ഷിക്കരുത്. ഇവിടെ നിന്നുള്ള ഷിപ്പുകളുണ്ടല്ലോ ഡിപ്പെൻസ് ആണ്. അത് എല്ലായ്പ്പോഴും റെഗുലർ സർവീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കെ. പക്ഷെ പസർവാജയിൽ നിന്ന് എല്ലാ ദിവസവും 11 മണിക്ക് ഉണ്ട് എന്നാണ് കേട്ടത്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ദാ ഇവിടുത്തെ ഈ ഒരു കടലിൻ്റെ തീരം ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ മാറുക. ഇത് നമ്മളുടെ എന്ത് സാധനമാണത്, ചെറുതൊന്നുമല്ല, വലിയ രീതിയിലുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റായിട്ട് മാറി. പല പല ഡ്രസ്സ് ഐറ്റംസൊക്കെ, ബനിയന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു നാട്ടിലുണ്ടല്ലോ ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ടീഷർട്ട്സ് ആണ് കേട്ടോ. പക്ഷേ അത് പറഞ്ഞ പാടെ ചേട്ടൻ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്നില്ല. അല്ല, അപ്പുറം കുറച്ച് ആൾക്കാർ ടീഷർട്ട് ഇട്ട് വരുന്നുണ്ട്. കാരണം ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നതിലധികം ടീഷർട്ടുകളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലമായത്. അപ്പോൾ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കുന്നുമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഈ നാട്ടിലെ സ്ത്രീകൾ വീട്ടിലൊക്കെ ഇടുന്ന നൈറ്റി ടൈപ്പ് സാധനങ്ങൾ. കണ്ടില്ല ഞങ്ങൾ, പല ടൈപ്പ് ഡിസൈനിലുള്ള സാധനങ്ങൾ. ഞാൻ ഉച്ചയ്ക്ക് ഇതുവഴി നടന്നതാണ്. ആ ഒരു സമയത്തൊക്കെ മുഴുവൻ വിജനമായി കിടന്നത്. രാത്രി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് മാറി ഈ ഒരു രീതിക്കായി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ നല്ലോണം വേർക്കുന്നു. എന്നാലിപ്പോൾ ഇവിടെ ഒരുപാട് ഈ സ്പ്രേകൾ, അത് സ്പെഷ്യൽ മിക്സൊക്കെ ചെയ്തിട്ട് ഇവർ സ്പ്രേ ചെയ്ത് കൊടുക്കുവേ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക ലംബോർ എന്ന് പറയുന്ന ഒരു മോഡലാണ് അതുള്ളത്. അപ്പം അങ്ങനെ ഒരു സ്പ്രേ ഞാനിതാ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ആളുകളിങ്ങനെ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട ഈ സ്പ്രേയുടെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെ നിറയ്ക്കും കൂടി ചെയ്യും കേട്ടോ. 50,000 രൂപ അതെന്ന് പറയുമ്പോൾ നമ്മളുടെ താങ്ക് യു നമ്മളുടെ ഒരു 250 രൂപ ആണ് കേട്ടോ ഈ ഇത്രയും വലിയൊരു ബോട്ടിലിന് ഇവിടുത്തെ റേറ്റ് വരുന്നത്. ഇതാണ് ബോട്ടിൽ, ഈ ഒരു ബോട്ടിൽ സൈസ്. കുട്ടികൾക്ക് കളിക്കേണ്ട ഏരിയകളും ഇതുണ്ടാവുള്ളൂ. അവിടേക്ക് ഒരുപാട് പിള്ളേരൊക്കെ വന്ന് കളിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ആക്റ്റീവായിട്ടുള്ള ഈ ഒരു ടൗണിൻ്റെ മേഖല എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ടൗൺ അങ്ങനെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കട്ടെ. നമുക്ക് നമ്മളുടെ റൂമിലേക്ക് പോകാം. നാളെ അതിരാവിലെ ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ ആ ഒരു പോർട്ടിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്താം കേട്ടോ. 11 മണിക്കാണ് ഷിപ്പ് പുറപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എത്തണം. എത്ര നേരത്തെ എത്താം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അതിരാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. അതിരാവിലെ എന്ന് പറയുമ്പോൾ സമയം 7:45 ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ സൂര്യൻ ഉദിച്ചത് അങ്ങ് മേലെ എത്തി. നമ്മുടെ പോർട്ടിൻ്റെ ഭാഗങ്ങൾ കാണുന്നില്ല. അടുത്ത ഏതോ ഒരു ഷിപ്പ് വന്ന് അടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 മണിക്കൂർ ഓട്ടമുള്ള പസർവാജോ എന്ന് പറയുന്ന ആ ഒരു പോർട്ടിലേക്ക് പോവുക കേട്ടോ. ആ ഒരു പോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ നോക്കിയേ നല്ല ഭംഗിയുള്ള അതൊരു നല്ല പ്രതിമയൊക്കെ ഉണ്ടല്ലോ. റോഡുകളും ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഐലൻഡ് തന്നെയാണ് ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത്.
ഈ ഐലൻഡിൻ്റെ കാഴ്ചയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ട കാഴ്ച തേടിയാണ്, ഒരു അനുഭവം തേടിയാണ് ഇന്തോനേഷ്യയിലേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എത്തി അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന വഴിയിൽ 1 by 1 ആയിട്ട് ബാക്കി കാഴ്ചകൾ കാണാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞാൻ ഈ മുമ്പോട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ ഈ ഒരു ബൈക്ക് വിളിച്ചത് ഗ്രാബ് വഴിയാണ് കേട്ടോ. ഇവിടെ എല്ലാ ഐലൻഡും ഏതാണെങ്കിലും ഇത് ഓൺലൈനായിട്ട് നമുക്കിതിങ്ങനെ ബൈക്ക് വിളിച്ച് പോകാൻ പറ്റും. ഇത് ഭയങ്കര നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളൊക്കെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. താഴെ കടൽ തീരത്തുനിന്നുണ്ടല്ലോ നമ്മൾ വലിയൊരു കുത്തനെയുള്ള മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദ്വീപിൻ്റെ ഉൾഭാഗത്തെ ടൗണുകളുടെ കാഴ്ചയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ചെറിയ ചെറിയ കടകൾ, പെട്രോൾ വിൽക്കുന്ന ഷോപ്പുകൾ, ഫുഡിൻ്റെ ഷോപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലും വരുന്ന ആ ഒരു രീതിയിലുള്ള ക്ലൈമറ്റാണ് കേട്ടോ. 1.25 മണിക്കൂർ അടുപ്പിച്ചുള്ള ഈ ഒരു ഓട്ടത്തിന് എനിക്ക് വരുന്ന ചിലവ് ഏകദേശം 600 രൂപയാണ് കേട്ടോ. ബൈക്കിന് പകരമായിട്ട് കാറ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം 1800 രൂപയോളം ആകും. നമ്മുടെ ഇടതുഭാഗത്തോട്ടുള്ള ഈ ഒരു മലയുടെ മേലെ കയറുമ്പോഴത്തേക്കും നമുക്ക് കടൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കേട്ടോ വാ ഓ നമ്മൾ പണ്ട് സബാങ് ഐലൻഡിൽ കൂടി നടക്കാൻ പോയില്ലായിരുന്നോ? ഏകദേശം അതുപോലൊക്കെ തോന്നിക്കുന്ന റോഡുകൾ കണ്ടു തുടങ്ങി. ചെറിയ റോഡുകൾ, അതിന് ഇരുവശത്തുമായിട്ട് വീടുകൾ. ഇതുണ്ടല്ലോ ബൂട്ടൻ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. നമ്മുടെ സബാങ് പോലെ തന്നെ അത്രത്തോളം തന്നെ ചെറുതായിട്ടുള്ളൊരു ഐലൻഡ്. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് 32 കിലോമീറ്റർ. സബാങ്ങിനേക്കാൾ കുറച്ച് വലുതാണ്. പിന്നെ കാടുമുണ്ട് കേട്ടോ ഈ ഒരു ഐലൻഡിന്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഓരോ കാട്ടിലും പല ട്രൈബിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നുമുണ്ട്. നമ്മളെ ഒരു സുന്ദരമായിട്ടുള്ള കാടിൻ്റെ മേഖലയിലോട്ട് കയറി. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയി. പിന്നെ ചീവീടുകളുടെയൊക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഈ കാറ്റ് കൊണ്ട് നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടാവില്ല. ഈ ഒരു ദ്വീപിലൊക്കെ ഉണ്ടല്ലോ എങ്ങനെയാണ് ഇത്രയധികം ആൾതാമസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം കുന്നിന് മേലെയുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സുനാമിയുടെ ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ഇതുപോലുള്ള ഉയരം കൂടിയ ദ്വീപുകളിൽ താമസാക്കും കേട്ടോ. ഇവിടെയൊക്കെ കേട്ടോ നിങ്ങൾ വീടുകൾ മരത്തിന് മേലെ അല്ലെങ്കിൽ തൂണിന് മേലെയാണ് കേട്ടോ. അധികമേ മരം കൊണ്ട് തന്നെയാണ് അധികം വീടുകളും ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ, പണ്ടുള്ള പഴയ വീടുകൾ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമികുലുക്കമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പം പണിയുന്ന വീടുകൾക്കെല്ലാം ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ. നോക്കി നിങ്ങൾ, ഇപ്പം പണിയുന്ന വീടുകൾക്കെല്ലാം ബീം വാർത്തതിന് ശേഷമാണ് ഇവർ വീട് പണിയുക കേട്ടോ. നമ്മുടെ മുമ്പിൽ വേറൊരു മലനിര കാണാൻ പറ്റിയേ. അപ്പം അതിന് മൗണ്ട് ടെലിറ്റാബീസ് അങ്ങനെയാണ് പേര് പറയുന്നതെന്ന് ഈ ചേട്ടനോട് പറഞ്ഞു തന്നു കേട്ടോ. ഇത്രയും വലിയ മലകളൊക്കെയുള്ള ഒരു ദ്വീപാണ് ഇതെന്നുള്ളത് ശരിക്കും കടൽ വഴി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. ഈ മലകൾ പലതും ഉണ്ടല്ലോ ചുണ്ണാമ്പ് മലകളാണ്. ഇവിടെ നിന്ന് ആ ഒരു മല കയറി ഇറങ്ങുമ്പോൾ ഇത് കണ്ടെങ്കിൽ ഇതങ്ങ് ദൂരെയായിട്ട് നമുക്ക് നമ്മളുടെ കടലിൻ്റെ മറ്റേ സൈഡ് കാണാൻ പറ്റും, ഈ ദ്വീപിൻ്റെ മറുപുറം കേട്ടോ. കുന്നിൻ്റെ ഇറക്കം ഉണ്ടല്ലോ ഇപ്പം നല്ല കുത്തനെയാണ്. വലിയൊരു മലയുടെ പൊക്കത്തു നിന്നാണ് നമ്മളിനിയിപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുന്നത്. ഇവിടെ നിന്നേ നമുക്കിതാ വ്യക്തമായിട്ട് നമ്മളുടെ ആ ഒരു കടൽ കാണാൻ പറ്റും കേട്ടോ. വാവ്, നോക്കി നിങ്ങൾ, നൈസ്. ചാന്തിക് ഇവിടെ എവിടെയോ ആണ് കേട്ടോ ഇത് കിട്ടുന്ന സ്ഥലമേ. ടിക്കറ്റ് കിട്ടുന്ന സ്ഥലം, പുറപ്പെടുന്ന സ്ഥലം ദൈവത്തിനറിയാം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്നലെ നമ്മൾ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ആ ഒരു ചേട്ടൻ പറഞ്ഞ അറിവ് വെച്ചാണ് നമ്മളീ പോകുന്നത് കേട്ടോ.
ടൗണിന് പുറത്ത് ദൂരെ വിജനമായൊരിടത്ത് ഒരു ബിൽഡിംഗ് കാണിച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതാണ് ഇവിടുത്തെ പോർട്ട് എന്ന്. പക്ഷേ ആൾത്തിരക്കോ ബഹളമോ ഒന്നും അവിടെ കാണാനില്ല. ഇത്രയും ദൂരം ഓടി വന്നത് വെറുതെ ആകുമോ? എന്തായിരിക്കും ഇനി മുൻപോട്ടേക്കുള്ള കാര്യം? നെഞ്ചിടിപ്പോടെ ഞാൻ ആ ബൈക്കിന് പുറകിലിരുന്നു. എനിക്ക് പുറപ്പെടാനുള്ള കപ്പൽ ഇവിടെ നിന്ന് തന്നെ പുറപ്പെടുമെന്ന വിശ്വാസത്തോടെ.